ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരശര ടെക്നോളജിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺസ് ആണ്. ഞാൻ പല കാറ്റഗറിയാണ് പറയുന്നത്. പ്രൈസ് പല കാറ്റഗറി 40,000 രൂപ തൊട്ടുള്ള ഫോണുകൾ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺസ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഐക്യുവിന്റെ നിയോ 9 Pro എന്ന് പറഞ്ഞ ഫോണാണ്. ഈസ് എക്സലന്റ് ഫോൺ. കാരണം 8 Gen 2 വരുന്നുണ്ട്. ഇതിൽ വന്ന് Q1 ചിപ്പ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ പെർഫോമൻസിനെ മാനേജ് ചെയ്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്യും. Q1 ചിപ്പ് എന്ന് പറഞ്ഞ ചിപ്പ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്താണ് നമുക്ക് ഐക്യുവിന്റെ ഫോൺസിൽ 8 Gen 2 നല്ല രീതിയിൽ അതിന്റെ പെർഫോമൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് അവർ Q1 ചിപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് 8 Gen 2 അപ്പുറം നിൽക്കും. കാരണം Q1 ചിപ്പ് കൂടെ ആകുമ്പോഴത്തേക്ക് പെർഫോമൻസ് പീക്കിലോട്ട് നിൽക്കും. ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ട് പെർഡി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. 35,000 36,000 ആ റേറ്റിലൊക്കെ കിടപ്പുണ്ട്. കളേഴ്സ് അനുസരിച്ച് 36,000 ഒക്കെ വരുന്നത്. ചുമന്ന കളർ 35,000 രൂപയ്ക്ക് വരുന്നുണ്ട്. ഇപ്പൊ 8 GB 256GB അത്യാവശ്യം നല്ലൊരു ഫോൺ. കാരണം 5000 mAh ഒരു ബാറ്ററി, സൂപ്പർ ആമോലെഡ്, ബെസൽസ് വളരെ കുറഞ്ഞ ബെസൽസ് ഉള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ്. സൂപ്പർ ആമോലെഡ് 144 Hz ഒരു 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.5K റെസൊല്യൂഷൻ്റെ ഒരു 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കളേഴ്സ്, 10 ബിറ്റ് ആമോലെഡ് പാനൽ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ, ബിൽഡ് ക്വാളിറ്റി ആവട്ടെ, ഡിസൈൻ ആവട്ടെ ഓക്കെ. പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. എന്നാൽ പോലും നല്ല സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി, നിയോ കൂളിംഗ് ടെക്നോളജി അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫോൺ. ക്യാമറ ആവട്ടെ ഒരു 50 MP ഒരു മെയിൻ സെൻസർ, അതിൽ നമുക്ക് 8K റെക്കോർഡിംഗ് ചെയ്യാം. OIS ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 32 MP സെൽഫി ക്യാമറ, അവിടെ നമുക്ക് 4K റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. റിയലിൽ നമുക്ക് 4K 60 FPS എടുക്കാം. 8 MP അൾട്രാ വൈഡ് ആംഗിൾ, അത് അത്യാവശ്യം ഗുഡാണ്. 8 MP കൊടുത്തല്ലോ, യൂസ്ഫുൾ ആയിട്ടുള്ള 2 ക്യാമറ കൊടുക്കാൻ അവർക്ക് സാധിച്ചു. അത്യാവശ്യം നല്ല ഗെയിമിങ്ങിന്റെ ഒരു സ്പെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഗെയിമിംഗ് 8 Gen 2 എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഉണ്ട്, ബാലൻസ്ഡ്, ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ലാത്തൊരു നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടെങ്കിൽ BGM തൊട്ട് ഗെൻഷിൻ ഇമ്പാക്ട് വരെ കളിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു മൊബൈൽ, സ്പ്രെഡി ഗുഡ് മൊബൈൽ എന്ന് പറയാൻ സാധിക്കും. നമുക്ക് 5000 mAh ബാറ്ററി, 125 W ചാർജർ. ആകെ എനിക്ക് ഡിസഡ്വാൻറ്റേജ് തോന്നി USB 2.0 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡും നമുക്കൊരു മോണിറ്ററിൽ കണക്ട് ചെയ്ത് കളിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് USB 2.2 ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് വളരെ മോശമായിരിക്കും. DDR4X RAM വരുന്നുണ്ട്. എല്ലാം അത്യാവശ്യം USB 3.1 ആണ്. UFS 4 അല്ല വരുന്നത്, UFS 4 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പീഡും എല്ലാം ഉണ്ട്. അത്യാവശ്യം പ്രെറ്റി ഗുഡ് ആയിട്ടുള്ള ഒരു ഫോൺ. എൻ്റെ ഗെയിമിംഗ് ഫോണിൽ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഇതാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ സാധിക്കും. കാരണം ക്യാമറ വൈസ് ഓൾ റൗണ്ടർ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഗെയിമിംഗ് പ്രയോറിറ്റി വെച്ച് നോക്കുമ്പോഴും പെർഫോമൻസിൽ കിങ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 35,000 രൂപയ്ക്ക് 8 Gen 2 അത്യാവശ്യം നല്ല ഫോൺ. ഡിസ്പ്ലേ 6.7 ഇഞ്ചിന്റെ ഒരു 144 Hz ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം സൂപ്പർ ആമോലെഡ് 10 ബിറ്റ് കളേഴ്സ് എല്ലാം ഉള്ള ബെസൽസ് വളരെ കുറഞ്ഞൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ. ബാറ്ററി വരുന്നത് വെച്ചാൽ 5100 mAh ബാറ്ററി, 160 mAh ബാറ്ററി. അത്യാവശ്യം നല്ലൊരു ബാറ്ററിയാണ് വരുന്നത്. റെഡി ഗുഡ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഗെയിമിംഗ് മാത്രം ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ ആയിട്ടുള്ള പോക്കോ F6 ആണ്. അത്യാവശ്യം നല്ല ഫോൺ. ഗെയിമിംഗ് ആയിട്ടുള്ള റെഡ് ഡിസൈൻ ഒന്നുമില്ല, പക്ഷെ ഗെയിമിംഗ് ഫോൺ ആയിട്ട് നമുക്ക് പറയാം. കാരണം ക്യാമറ അത്യാവശ്യം നല്ലതല്ല. കാരണം 50 MB ഒരു മെയിൻ സെൻസർ, അതിൽ 4K 30 FPS എടുക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ അത്യാവശ്യം ഗുഡ് ആണ് എനിക്ക് തോന്നുന്നു. ഡീറ്റെയിൽസ് ഒക്കെ വളരെ കുറവാണെങ്കിൽ അത്യാവശ്യം ഗുഡ് ആണ്. മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ അത്യാവശ്യം ഗുഡ് ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 MP ക്യാമറയാണ് വരുന്നത്. റിയൽ ക്യാമറയിൽ നമുക്ക് 4K 30 FPS 60 FPS എടുക്കാൻ സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് ഫുൾ HD കിട്ടുന്നുണ്ട്. 20 MP ക്യാമറയാണ് വരുന്നത്. നമുക്ക് വരുന്ന പ്രോസസ്സർ എന്ന് വെച്ചാൽ 8S Gen 3 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രോസസ്സറാണ്. 8 Gen 2 8 Gen 3 ഇടയ്ക്ക് വരുന്ന ഒരു പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന ഒരു ഫോണാണ്. പെർഫോമൻസ് മാത്രം നിങ്ങൾ നോക്കിയെടുക്കുന്നത് പ്രെറ്റി ഗുഡ് ആണ് തോന്നുന്നു. 5000 mAh ബാറ്ററി, 67 W ഒരു ഫാസ്റ്റ് ചാർജറും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആവട്ടെ 6.67 ഇഞ്ചിന്റെ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.5K റെസൊല്യൂഷൻ്റെ ഒരു അടിപൊളി ഡിസ്പ്ലേ. പോക്കോയുടെ ലോഞ്ചർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലതാണ് വരുന്നത്. പോക്കോ ലോഞ്ചറും പോക്കോ OS ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മദർ ബോർഡ് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ പോക്കോ F6 അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. പോക്കോയുടെ ഇപ്പോഴത്തെ മൊബൈൽസിൽ മദർ ബോർഡ് ഇഷ്യൂസ് വലുതായിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോൺ, നല്ലൊരു ഫോൺ എനിക്ക് തോന്നി. ഗെയിമിങ്ങിന് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ പ്രൈസ് വരുന്നത് വെച്ചാൽ 30,000 rupees ആണ് വരുന്നത്. 29,999 ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല ഈ പ്രൈസിന്. ഗെയിമിംഗ് ഓറിയന്റഡ് സൂപ്പർ. ഫിനിക്സിന്റെ GT20 Pro ആണ്. അത്യാവശ്യം നല്ല ഇതൊരു ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണാണ്. ഇത് ഗെയിമിങ്ങിന് മാത്രം ഓറിയന്റഡ് ചെയ്തേക്കുന്നു. ഡിസൈൻ ആയാലും എല്ലാം കൊണ്ടും നമുക്ക് ഇതിന്റെ കൂടെ ഫാനും അവൈലബിൾ ഒക്കെയാണ്. ഇൻഫിനിക്സിന്റെ തന്നെ ഗെയിമിംഗ് പാഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊരു ഗെയിമിംഗ് ഓറിയന്റഡ് ഫോൺ. റിയൽ ഇത് ക്യാമറ ഓറിയന്റഡ് ഫോണേ അല്ല, ഗെയിമിംഗ് ഫോണാണ്. നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അത്യാവശ്യം സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റ് വരുന്ന അടിപൊളി ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷെ ഇത് ഗെയിമിംഗ് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫോണാണ് വരുന്നത്.
ബാറ്ററി വന്നു വെച്ചാൽ 25 വോൾട്ടിന്റെ ചാർജറാണ് വരുന്നത്. 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ ബൈപ്പാസ് ചാർജിങ് വരുന്നത്. ബൈപ്പാസ് ചാർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ടു കറണ്ട് ആണ് വരുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാറ്ററിയിലോട്ട് കറണ്ട് പോവാതെ തന്നെ ഡയറക്റ്റ്ലി ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഗെയിമേഴ്സിനൊക്കെ പ്രെറ്റി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് സെന്ററിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഫ്രെയിമിന്റെ സെന്ററിൽ നമുക്ക് വോളിയം ബോക്സിന് താഴെ സെൻട്രലായിട്ട് നമുക്ക് സി ടൈപ്പ് കണക്ട് ചെയ്തുകൊണ്ട് ഗെയിമിംഗ് രീതിയിൽ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ലൊരു ഫോൺ, ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണാണ് ഇൻഫിനിക്സിന്റെ 20 Pro എന്ന് പറഞ്ഞാൽ. പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,999 ആണ് വരുന്നത്. 24,000 രൂപയോളം വരും. അത്യാവശ്യം നല്ലൊരു ഫോൺ. ഗെയിമിംഗ് രീതിയിൽ ഇത്രയൊക്കെ ഫോൺസ് ആണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു രീതിയിൽ നമുക്ക് ഗെയിമിംഗ് ഫോൺ എന്ന് വെച്ചാൽ മിനിമം BGMI കളിക്കണം. പക്ഷെ ഇതിലും താന്ന രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഫോണുകളുണ്ട്. എന്നാലും എൻ്റെ ബെസ്റ്റ് ഫോൺസിൽ ഇത് 3 പറയുന്നത്. ഇത്രയൊക്കെയുള്ളൂ പറയാൻ. നിങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ പറയാൻ.